ആറാട്ടണ്ണനും പെരേരയും പിന്നെ രേണു സുധിയും ഇവർ ഒന്നിച്ച് ബിഗ് ബോസിലേക്ക് എത്തുമോ? ഇവർ ആരെങ്കിലും ഒരാൾ എത്തിയാൽ തന്നെ ബിഗ് ബോസ് ഷോ പൂട്ടിപ്പോകും എന്നൊക്കെ പറയുന്ന പ്രേക്ഷകരുണ്ട്. അതുപോലെ ഷോ കാണില്ല എന്ന് വരെ കമന്റുകൾ കണ്ടു. എന്നാൽ പേടിക്കണ്ട, ഇതിൽ ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നതിനൊരു തീരുമാനമായിട്ടുണ്ട്. ആറാട്ടണ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനു മുമ്പ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആറാട്ട് എന്ന സിനിമയുടെ പ്രതികരണത്തിലൂടെ മലയാളികളുടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആറാട്ടണ്ണൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി. നടി നിത്യ മേനോനുമായി ബന്ധപ്പെട്ട് സന്തോഷ് വർക്കി വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതും കഴിഞ്ഞ് നടൻ ബാലയുമായി ബന്ധപ്പെട്ട് പിന്നെ ചില വ്ളോഗേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം ഗോസിപ്പ് കോളങ്ങളിൽ വരാറുണ്ട്. അധികവും ഒരു സോഷ്യൽ മീഡിയ റീച്ചിനപ്പുറം എത്താറില്ല. എന്നാൽ ഞാൻ ഇനി പറയുന്നത് ബിഗ് ബോസ് സീസൺ 5 നടന്ന സമയത്തുള്ള ഒരു കഥയാണ്. കഥാനായകൻ നമ്മുടെ ആറാട്ടണ്ണൻ തന്നെയാണ്. മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് താനെന്നും ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും 2022 സമയത്തിൽ സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് സീസൺ 5 കയറാൻ നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്ന് കോപ്പി ചെയ്ത് പറയാം. ബിഗ് ബോസ് സീസൺ 5 വരുന്നുണ്ടെന്നറിഞ്ഞു, അതിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബിഗ് ബോസിലേക്ക് വരാനുള്ള കാരണം നിത്യാമേനോനാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ കാരണം അതല്ല. അതിന്റെ കാരണം ലാലേട്ടനാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണണം, അതിനുവേണ്ടി താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് സന്തോഷ് വർക്കി പറഞ്ഞത്. അത് കഴിഞ്ഞ് അടുത്ത 2 സീസൺ എത്തി. സീസൺ 6 വന്നു, അതായത് സീസൺ 5 കഴിഞ്ഞു, സീസൺ 6 കഴിഞ്ഞു. അപ്പോഴും സന്തോഷ് വർക്കി ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ഇപ്പോൾ 2025 7ാം സീസൺ എത്തി. ഇപ്പോഴും സന്തോഷ് വർക്കി പതിവ് പോലെ ബിഗ് ബോസിലേക്കുള്ള ഒരുക്കത്തിലാണ്. ശരിക്കും ഈ സീസൺ തുടങ്ങിയപ്പോൾ ഞാൻ കേട്ടത് സന്തോഷ് വർക്കിക്ക് ഈ ബിഗ് ബോസ് ഷോ എന്നും അത്ര പിടുത്തമല്ല, പുള്ളിക്കാരൻ കുറച്ച് ഇന്റലക്ച്വൽ ഒക്കെയാണ്, സോ അങ്ങനെയുള്ള ഷോ ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇങ്ങനെയൊക്കെയാണ് സന്തോഷ് വർക്കി തന്നെ സ്വയമേ പറഞ്ഞ് പരത്തുന്നത്. എന്നാൽ എങ്ങാനും ബിഗ് ബോസ് ഷോയിൽ നിന്ന് വിളിച്ചാൽ ഉറപ്പായിട്ടും വർക്കി പോകും. ഭാഗ്യത്തിന് അങ്ങനെ സന്തോഷ് വർക്കി വിളിക്കാൻ സാധ്യതയൊന്നുമില്ല. സോ സന്തോഷ് വർക്കി എന്തായാലും ഈ സീസണിൽ ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ വ്യക്തി മിസ്റ്റർ പെരേരയാണ്, അതായത് അലൻ ജോസ് പെരേര. കക്ഷി ഇല്ല എന്ന് പറയാൻ ഒരു കഥയും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ല. സാമാന്യം കുറച്ച് ബോധമൊക്കെ ഉള്ളവരെ മാത്രമേ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കുകയുള്ളൂ. എങ്കിലും കഴിഞ്ഞ സീസണിന്റെ തുടക്കം തൊട്ട് തന്നെ അലൻ ജോസ് പെരേരയുടെ പേര് വെട്ടിക്കളഞ്ഞതാണ്. ഒപ്പം അന്ന് ഫേമസ് ആയി നിന്ന മറ്റൊരു ചങ്ങായി ഉണ്ടായിരുന്നു, തൊപ്പി. ഇത്തവണ അത്ര വലിയ കോണ്ടന്റോ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയോ ഒന്നും തൊപ്പി ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും പെരേര പതിവ് പോലെ ഇത്തവണയും ഉണ്ട്. അതായത് ഈ ഒരു 3 വർഷത്തിന്റെയൊക്കെ ഇടയിൽ ആറാട്ടണ്ണനും പെരേരയും ഒക്കെ ഫീൽഡ് ഔട്ട് ആകാതെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഭരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്ത അതിശയം തന്നെയാണ്. ഇനി അവസാനമായി സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി എത്ര നാൾ ഭരിക്കുമെന്നറിയാത്ത ഒരു കക്ഷിയാണ് രേണു സുധി. ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊക്കെ കുറെ സഹതാപ കമന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ ഈ പറയുന്ന സഹതാപം അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചധികം ഇൻഫ്ലുവൻസർ എന്ന ലെവലിലേക്ക് മാറാൻ സാധിച്ചു. അതുവഴി അവരെ അഭിനയം അത് ഇതെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊരു വെറുപ്പായിട്ട്, ഈ പറയുന്ന പ്രേക്ഷകരിൽ നിന്ന് തന്നെ ഒരു വെറുപ്പായിട്ട് മാറി. എന്നാൽ ഇപ്പോൾ ആ വെറുപ്പും രേണു സുധിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഏതായാലും രേണു സുധിയും ഇത്തരത്തില് പെട്ടെന്ന് തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് റീച്ച് ആയ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പല ഇഷ്യൂസും അതിന് എത്ര മൂടി വെച്ചാലും വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ബിഗ് ബോസിൽ പോകുമ്പോൾ ഈ പറയുന്ന രേണു സുധിക്ക് വെളുപ്പിക്കാൻ സാധിക്കില്ല. കൊല്ലം സുധിയോടുള്ള ആദരവ് കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് എന്ന നിലയിൽ വെച്ചു കൊടുത്തൊരു വീടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീട് ദാനം ചെയ്ത ആ വ്യക്തി തന്നെ ഇന്റർവ്യൂവിൽ വന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഇതിനപ്പുറം ഇനി രേണുവിന് എന്തായിരിക്കും ന്യായീകരിക്കാനുള്ളത് എന്നറിയില്ല. ഏതായാലും വീണ്ടും കുറെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, രേണുവിന്റെ അഭിനയം കുറച്ചുകൂടെ നന്നാവുന്നുണ്ട്. പക്ഷെ അത് ഫിലിമിലല്ല, ഇന്റർവ്യൂവിലാണെന്നാണ് എല്ലാ കമന്റുകളും പറയുന്നത്. ഇത്രയധികം നെഗറ്റീവ് ഇമ്പാക്റ്റും കോൺട്രവേഴ്സീസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതും നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളൊന്നും തന്നെ ബിഗ് ബോസിലോട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് രേണു സുധിക്ക് ബിഗ് ബോസിലേക്കുള്ള എൻട്രി എന്തായാലും സാധ്യതയില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ രേണു ബിഗ് ബോസിലേക്ക് വരണം. അതിന് വേറൊന്നും കൊണ്ടല്ല, അവിടെ ബാക്കി വരുന്ന 17ഓളം വരുന്ന മത്സരാർത്ഥികൾ വൈൽഡ് കാർഡ് എൻട്രി, പിന്നെ കോമണേഴ്സിൻ്റെ എൻട്രി ഇത്തവണ സ്പെഷ്യലായിട്ടുണ്ട്, പിന്നെ ലാലേട്ടൻ, ഇവരുടെയൊക്കെ ഇടയിൽ ഈ അഭിനയിച്ചു പിടിച്ചു നിൽക്കാനൊന്നും രേണു സുധിക്ക് സാധിക്കത്തില്ല.
പിന്നെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആ ഒരു ലാഘവത്തോടെ വന്നിട്ട് ബിഗ് ബോസിൽ വന്ന് 100 ദിവസം തികയ്ക്കാമെന്നും അവർ വിചാരിക്കേണ്ട. സോ എനിക്ക് ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, രേണുസുതി ബിഗ് ബോസിൽ ചെല്ലട്ടെ, അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇപ്പോഴുള്ള രേണുവിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റി അധികം റീച്ച് കൂടാൻ സാധ്യതയൊന്നും ഇല്ല. അതായത് ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി യൂസ് ചെയ്തിട്ട് രേണുസുതിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബിഗ് ബോസ് നല്ല നിലവാരം പുലർത്തുന്ന ഒരു ഷോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ചാൻസ് കിട്ടാനുള്ള ചാൻസ് 0 ആണ്. അപ്പോൾ ഈ 3 പേരുടെ പേരുകളാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഇനി എന്താകും? അത്ര പരിചയമില്ലാത്തവർ, കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അത്ര പരിചയമൊന്നും ഇല്ലാത്ത കുറച്ച് ഫേസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കോമണേഴ്സിന്റെ എൻട്രി ഉണ്ട്. സോ കാത്തിരിക്കാം. ഒപ്പം വീഡിയോകളൊക്കെ നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിന്റെ റിവ്യൂസ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറേ കമന്റ്സുകൾ ഞാൻ വായിച്ചു. ഉറപ്പായിട്ടും റിവ്യൂസ് ഉണ്ടായിരിക്കും. പിന്നെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് സീരിയൽ ഗ്രാൻഡ്മ ഉടൻ വീണ്ടും വരും.